എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. എക്സാംസിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെയേറെ ഉപയോഗപ്പെടുന്ന ക്ലാസ് ആണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമുള്ള കൂട്ടുകാരിലേക്കെല്ലാം എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ധാരാളം വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2300 പരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഫോർമുലാസ്, ഷോർട്ട് കട്ട് മെത്തേഡ്സ്, ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മെഗാ റിവിഷനാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര സാധനങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്ന ഇതിനാണ് എണ്ണൽ സംഖ്യകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന്, കൗണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ പറയും. അപ്പൊ 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 1, 2, 3 എക്സെട്ര n, 1 + 2 + 3 എക്സെട്ര n. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുലയാണ് n × n + 1/2. അത് ബൈഹാർട്ട് ആക്കി വെക്കുക, മനപ്പാടമാക്കുക. ഈ പറയുന്ന ഫോർമുലാസ് എല്ലാം ഒരു ഡയറിയിൽ അങ്ങാണ് എഴുതിയിട്ട് അത് ആവർത്തിച്ച് പഠിച്ച് മനപ്പാടമാക്കുക. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക, വർഗം എന്ന് പറയുക സ്ക്വയർ, 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ എക്സെട്ര n സ്ക്വയർ. അതായത് 1 സ്ക്വയർ + 2 സ്ക്വയർ + 3 സ്ക്വയർ + എക്സെട്ര n സ്ക്വയർ. 1 സ്ക്വയർ + 2 സ്ക്വയർ + എക്സെട്ര n സ്ക്വയർ. അതിന്റെ വില n × n + 1 × 2n + 1/6 all/6. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക, അല്ലെങ്കിൽ ക്യൂബിന് വേറൊരു പേരുണ്ട്, ഘനങ്ങളുടെ തുക. അതായത് 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ് എക്സെട്ര n ക്യൂബ്. 1 ക്യൂബ് + 2 ക്യൂബ് + എക്സെട്ര n ക്യൂബ്. അതിന്റെ ഫോർമുല n × n + 1/2 the whole square. ഇനി അഖണ്ഡ സംഖ്യകൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കാം. ഹോൾ നമ്പേഴ്സ്, ഇംഗ്ലീഷിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. ഈ കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടെ ഉൾപ്പെടുത്തിയാൽ അഖണ്ഡ സംഖ്യകളാകും. അതിന്റെ ഇംഗ്ലീഷിലെ പേര് ഹോൾ നമ്പേഴ്സ്. n അഖണ്ഡ സംഖ്യകളുടെ ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക, അതായത് 0, 1, 2, 3 എക്സെട്ര, അതിന്റെ തുക കാണാനുള്ള ഫോർമുല n × n - 1/2. n × n - 1/2. ഈ ഫോർമുലാസ് എല്ലാം, ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ഫോർമുലാസും, ഷോർട്ട് കട്ട് മെത്തേഡ്സും ഫോർമുലാസ് എല്ലാം മനപ്പാടമാക്കുക. ഷോർട്ട് കട്ട് മെത്തേഡ്സ് പ്രോബ്ലങ്ങൾ ചെയ്ത് നല്ല കഴിവ് സ്വായത്തമാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാല് എക്സാം ഹാളിൽ പോകുമ്പോൾ നല്ല കോൺഫിഡൻസോടുകൂടി പോകാൻ കഴിയും. അവിടെ ചെല്ലുമ്പോൾ മിക്ക ചോദ്യങ്ങളും നിങ്ങൾ ചെയ്ത് പഠിച്ചതിന്റെ ആയിരിക്കും. ഭിന്ന സംഖ്യകളെ ഫ്രാക്ഷൻസ്, അതിന്റെ ബേസിക്സ് നോക്കാം. ഇവിടെ 3 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചത് 1, 2, 3 എത്ര കളികളവിടെ 3. അതില് ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ആകെ 3 ഉള്ളതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്ത്. അപ്പൊ ഷെയ്ഡ് ചെയ്തതിന്റെ ഫ്രാക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ 1/3, 3/1. മുകളിലത്തെ സംഖ്യ അംശം, താഴത്തെ സംഖ്യ ഛേദം, 3/1. അടുത്തത് ഇവിടെ 2 തുല്യ ഭാഗങ്ങളായിട്ട് ഉണ്ട്. അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷെയ്ഡ് ചെയ്തതിന്റെ ഫ്രാക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ആകെ 2 ഉള്ളതിൽ 1, 2/1 ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഈ ഫ്രാക്ഷൻ അപ്പൊ ഏതാണ്? 2/1. ഇവിടെ 1, 2, 3, 4, 5 തുല്യ ഭാഗങ്ങളുണ്ട്. അതിനകത്ത് 4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഫ്രാക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ, ഭിന്നസംഖ്യ ഏതാന്ന് ചോദിച്ചാൽ ആകെ 5 ഭാഗങ്ങളുള്ളതിൽ 4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 4/5. ഇവിടെ ഭിന്നസംഖ്യകൾ നോക്കാം നമുക്ക്. ഇവിടെ 3 തുല്യ ഭാഗങ്ങളാണ്. അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആകെ 3 ഉള്ളതിൽ 1, 3/1. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഫ്രാക്ഷൻ ചോദിച്ചാൽ 3 ഉള്ളതിൽ 1. ഇവിടെ ആകെ 2 ഭാഗങ്ങളുണ്ട്. 2ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2/1. 2ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തതിന്റെ പോർഷൻ 2/1. ഇവിടെ 5 ഭാഗമുണ്ട്. 1, 2, 3, 4, 5 കോളമുണ്ട്. അപ്പൊ തുല്യ 5 ഭാഗങ്ങളിൽ 4 ഭാഗവും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 4/5. ഇനി ഇവിടെ തുല്യ 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3/1. ആകെ 3 ഉള്ളതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. 3/1, 1/3.
ഇങ്ങനെയുള്ള ഭിന്നങ്ങളെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയും. സാധാരണ ഭിന്നങ്ങൾ, അതായത് അംശം ചെറുതും ഛേദം വലുതും, മുകളിലുള്ള സംഖ്യ ചെറുതും ഛേദം വലുതും, ഇങ്ങനെയുള്ള ഭിന്നസംഖ്യകളെ സാധാരണ ഭിന്നങ്ങൾ അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നു. 3 വിധം നമുക്ക് നോക്കാം: പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആൻഡ് മിക്സഡ് ഫ്രാക്ഷൻസ്. സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം. സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം. സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ അംശം കുറവും ഛേദം കൂടുതലായിരിക്കും. 1/5, ഇവിടെ 1 കുറവാണ്. 2/3, 7/10, 2/5, അംശം കുറവും ഛേദം കൂടുതലുമായിരിക്കും. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെ വിഷമ ഭിന്നം എന്ന് പറയാം. വിഷമ ഭിന്ന സംഖ്യ എന്ന് പറഞ്ഞാല് മുകളിലുള്ളത് കൂടുതലായിരിക്കും. 5/2, ഇവിടെ 5 കൂടുതലാണ് രണ്ടിനേക്കാൾ. അംശം കൂടുതലും ഛേദം കുറവും. 7/5, 8/5, 9/7, ഇവിടെ അംശം കൂടുതലും ഛേദം കുറവും. 5/4, ഇങ്ങനെയുള്ളതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് അല്ലെ വിഷമ ഭിന്നം എന്ന് പറയുന്നു. ഇനി മിക്സഡ് ഫ്രാക്ഷൻസ്, 1 and 1/2, ഒരു പൂർണ്ണസംഖ്യ ഒരു ഫ്രാക്ഷനും കൂടെ. 1ഉം 2-1, 1 ഇവിടെ പൂർണ്ണസംഖ്യയാണ്, 2-1 ഫ്രാക്ഷനാണ്. 2ഉം 4-3, 7ഉം 3-2, 7 അവിടെ പൂർണ്ണസംഖ്യയാണ്, 3-2 ഫ്രാക്ഷനാണ്. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരും, ഒരു പൂർണ്ണസംഖ്യ ഒരു ഫ്രാക്ഷനും കൂടെ. ഇതിനെ മിശ്ര ഭിന്നം എന്ന് പറയുന്നു. സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം. പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്, മിക്സഡ് ഫ്രാക്ഷൻസ്. മിക്സഡ് ഫ്രാക്ഷനെ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം, അതായത് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കാൻ എപ്പോഴും പരീക്ഷിച്ച് ചോദിക്കുന്നു. നമുക്ക് നോക്കാം. 5ഉം 2-1 എങ്ങനെ മാറ്റാം? ഇത് രണ്ടും കൂടെ ക്രോസിന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 ഗുണം 2 പ്ലസ് മുകളിലുണ്ടായിരുന്നു 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. 5 ഗുണം 2 എത്ര? 10 പ്ലസ് 1/2, അതായത് 11/2. അത് വിഷമ ഭിന്നമായി, ഇംപ്രോപ്പർ ഫ്രാക്ഷനായി. 7ഉം 3-2, അതായത് നമ്മൾ എങ്ങനെ ചെയ്യാം? ഇത് ക്രോസിന് മൾട്ടിപ്ലൈ ചെയ്യാം. 7 ഗുണം 3 പ്ലസ് മുകളിലുണ്ടായിരുന്ന 2 ഡിവൈഡഡ് ബൈ 3 സമം 7 ഗുണം 3 എത്ര? 21 പ്ലസ് 2/3 സമം 23/3. 4ഉം 5ഉം 2 നമുക്ക് എങ്ങനെ മാറ്റുക? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഗുണം 5 പ്ലസ് മുകളിലുണ്ടായിരുന്ന 2 ഡിവൈഡഡ് ബൈ 5. 4 ഗുണം 5, 20 പ്ലസ് 2/5, അതായത് 22/5. മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കുക. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. 2 ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വന്നാല് എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് അതങ്ങ് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. ആദ്യത്തെ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ എഴുതുക. 1/5 ഡിവൈഡഡ് ബൈ 3/2 ഇൻറ്റു മറ്റേ റെസിപ്രോക്കൽ ഇട്ടാൻ ഗുണിച്ചാൽ മതി. അതിന്റെ ക്രമം തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അതായത് 2/15. ഇവിടെ അതുപോലെ 7/10 ഡിവൈഡഡ് ബൈ 2/3. 7/10 അങ്ങനെ തന്നെ എഴുതുക, മറ്റേ തിരിച്ചിട്ട് ഗുണിക്കുക. സമം 21/20. ഇവിടെ 5/9 അങ്ങനെ തന്നെ എഴുതുക. അടുത്ത ഫ്രാക്ഷൻ മറ്റേ തിരിച്ചിട്ട് ഗുണിക്കുക. 6/2, അതായത് റെസിപ്രോക്കൽ. ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ വ്യുൽക്രമം ചോദിച്ചാൽ അത് നേരെ തിരിച്ചിടുക. 2/3 വ്യുൽക്രമം 3/2. 10/20 വ്യുൽക്രമം 20/10. 1/2 വ്യുൽക്രമ റെസിപ്രോക്കൽ 2/1. ഇനി 5ന്റെ വ്യുൽക്രമം 5/1 ആണ്. 5 എന്ന് പറഞ്ഞാല് 1/5. അത് തിരിച്ചിട്ട് ഗുണിച്ചാൽ തിരിച്ചിട്ടാ മതി. 5ന്റെ വ്യുൽക്രമം 1/5. 5 എന്ന് പറയാം 5/1. 6ന്റെ വ്യുൽക്രമം 6/1. അത് തിരിച്ചിടുക. 1/6. ഇവിടെ മുകളിലുള്ളത് ഗുണിച്ച് മുകളിൽ എഴുതുക, താഴെയുള്ളത് ഗുണിച്ച് താഴെ എഴുതുക. ഇവിടെ 5/9 ഡിവൈഡഡ് ബൈ 2/6. ആദ്യത്തെ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ എഴുതുക. 5/9 ഇൻറ്റു അതിന്റെ വ്യുൽക്രമം ഇട്ട് ഗുണിക്കുക. അതായത് 2/6ന്റെ വ്യുൽക്രമം 6/2. അത് തിരിച്ചിട്ട് ഗുണിക്കുക. 30/18. ഇത് ഷോർട്ട് ആക്കാം. 3 6 വെച്ചിട്ട് ഷോർട്ട് ആക്കാം. 6 5 30, 6 3 18. 5/3. ഒരേ ഛേദമാണെങ്കിൽ നമുക്ക് എങ്ങനെ കൂട്ടി എഴുതാം? 1/2 പ്ലസ് 5/2. വെറുതെ അങ്ങ് കൂട്ടി എഴുതിയാൽ മതി. 1 പ്ലസ് 5/2 ഛേദം ഒരുപോലാണ്. 6/2 3. 2/5 പ്ലസ് 1/5 പ്ലസ് 1/5. ഇവിടെ എല്ലാം ഛേദം ഒരുപോലെ ആയതുകൊണ്ട് അടിയിൽ അങ്ങനെ ഒറ്റ 5 ഇട്ടിട്ട് മുകളിലുള്ള ക്രിയ ചെയ്ത് എഴുതിയാൽ മതി. 2 പ്ലസ് 1 പ്ലസ് 1 4/5. 5/10 പ്ലസ് 1/10 പ്ലസ് 2/10. വെറുതെ മുകളിലുള്ള ക്രിയ ചെയ്ത് എഴുതുക. ഛേദം ഒരുപോലെ ആണെങ്കിൽ ബൈ ഒറ്റ 10 ഇട്ട് കൊടുത്താൽ മതി. 5 പ്ലസ് 1 പ്ലസ് 2 ബൈ ഹോൾ ബൈ 10. 8/10. ഛേദം ഒരുപോലെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക. വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കുക. വിഷമ ഭിന്നമാണ് ഇതെല്ലാം. 10/3, 10 കൂടുതലാണ്.
5/3 മുകളിലുള്ള സംഖ്യ കൂടുതലാണ് 5/3 അങ്ങനെയുള്ള വിഷമഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 16/3 ഇതിനെ മിശ്രഭിന്നമാക്കാം. നമ്മൾ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കാൻ പഠിച്ചു, അതുപോലെ തന്നെ തിരിച്ചും വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കുക. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക. 10/3 എന്ന് പറയാൻ 10നെ 3 കൊണ്ട് ഹരിക്കുക. 3 3 9 ശിഷ്ടം 1 അവിടെ നിർത്തുക. ഹരണബലം എഴുതുക. എത്ര കിട്ടിയ 3. ശിഷ്ടം മുകളിൽ എഴുതുക 1 എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ 3 കൊണ്ട് 3 3 ഇപ്പൊ മിശ്രഭിന്നമായല്ലോ. 5/3 അപ്പൊ 5നെ 3 കൊണ്ട് ഹരിക്കുക. 3 1 3 ശിഷ്ടം 2. അപ്പൊ ഇവിടെ ഹരണബലം എത്ര കിട്ടി? 1 മുകളിലുള്ള ഹരണബലം. ശിഷ്ടം എത്ര കിട്ടി? 2. അത് മുകളിൽ എഴുതുക. ശിഷ്ടം കിട്ടിയത് മുകളിൽ എഴുതുക. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ 3 കൊണ്ട് 1 2/3 16/3. അപ്പൊ 16നെ 3 കൊണ്ട് ഹരിക്കുക. 3 5 15 ശിഷ്ടം 1. ഇവിടെ 5 നമ്മുടെ ഹരണബലം. 5 എഴുതുക. ശിഷ്ടം എത്ര വന്നു? 1 എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 3 കൊണ്ട് ഹരിച്ചപ്പോൾ. ഇങ്ങനെയാണ് വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കുക. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക. വ്യത്യസ്ത ഛേദങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? LCM കാണണം. 5 4 20ന്റെ LCM കാണുക. അതായത് ഇവിടെ 2 സംഖ്യക്കെങ്കിലും കോമൺ ഫാക്ടർ വരണമെന്നുള്ളത്. 4നും 20നും 2ആണ്. അപ്പൊ 2 പറ്റാത്ത അങ്ങനെ തന്നെ എഴുതും. ഛേദങ്ങളുടെ LCM കാണുക. അതായത് 5 4 20 ലസാകും. ഇവിടെ 2 എണ്ണമെങ്കിലും പറ്റണമെന്നേ ഉള്ളൂ കോമൺ ഫാക്ടർ. അതായത് 2 വെച്ചെടുക്കാം. പറ്റാത്ത അങ്ങനെ തന്നെ എഴുതുക. 2 2 4 2 10 20. പിന്നെ 2 10 2നും 10നും 5 1 5. ഇനി 5 പറ്റും. പറ്റാത്തത് അങ്ങനെ തന്നെ എഴുതുക. 5 അങ്ങനെ തന്നെ എഴുതി. 5 1 1 1. അപ്പൊ നമുക്ക് LCM എന്ത് കിട്ടും? 2 × 2 × 5 2 × 2 × 5 × 1 × 1 × 1. അതായത് 20 കിട്ടും. LCM 20 കിട്ടും. നമ്മളിവിടെ മൊത്തത്തിൽ ഈ സംഖ്യക്ക് LCM ഇടുക 20. നമ്മളിവിടെ എഴുതുക മൊത്തത്തില് 20. പിന്നെ ഇവിടെ ഉള്ള സംഖ്യ എഴുതുക 2 ഗുണം. പിന്നെ ഇവിടെ എത്ര? ഛേദം 5. 5ന്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ LCM കിട്ടും? 4 5 4 20. പിന്നെ ഇവിടെ ഉള്ള ചിഹ്നം ഇടുക പ്ലസ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന 1 ഗുണം. ഇവിടെ 4 ഛേദം. 4ന്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ LCM കിട്ടുക? 4ന്റെ കൂടെ 5 കൂടെ. അത് ഇവിടെ എഴുതുക പ്ലസ്. ഇവിടെ ഉണ്ടായിരുന്ന 3 എഴുതുക. പിന്നെ ഇവിടെ ഛേദം 20 20ന്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ ഇത് കിട്ടും? 1. 20 ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി, ഒന്നും ഗുണിക്കണ്ട. ഇവിടെ ഛേദം 20 തന്നെയാണ്. അപ്പൊ സമം 8 + 5 + 3/20. അതായത് 5 13 16/20 കിട്ടും. അത് പിന്നെ ഷോർട്ട് ആക്കണമെങ്കിൽ 4 വെച്ച് കട്ട് ചെയ്യാം. 4 4 16 4 5 20 4/5. ചിലപ്പോ ഓപ്ഷനിലൊക്കെ ഷോർട്ടായിട്ടായിരിക്കും തന്നേക്കുന്നത്. ഇങ്ങനെ തന്നേക്കുന്നതെങ്കിൽ 16/20 എന്ന് തന്നെ എഴുതുക. കട്ട് സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും എപ്പോഴും വരിക. ഡെസിമൽ നമ്പർ ദശാംശ സംഖ്യകൾ ഡെസിമൽ നമ്പേഴ്സ് ദശാംശ സംഖ്യകളുടെ സ്ഥാനവും സ്ഥാനവിലയും എങ്ങനെയാ നിർണ്ണയിക്കുക എന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 123.876. പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യയുടെ സ്ഥാനമോ സ്ഥാനവിലയോ ചോദിച്ചെങ്കിൽ ആദ്യത്തെ സംഖ്യയുടെ സ്ഥാനം എന്താന്ന് ഉറപ്പിക്കുക. പോയിന്റ് കഴിഞ്ഞ് 8. പോയിന്റ് കഴിഞ്ഞ് ഒന്നാമത്തെ സംഖ്യ ആകുമ്പോ 10 അപ്പൊ 8ന്റെ സ്ഥാനം 10 സ്ഥാനവില കാണാൻ ആ സംഖ്യ സ്ഥാനവും കൂടെ ഗുണിക്കണം. 8 × 10 8/10. പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം 0.8. 10 കൊണ്ട് കഴിക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. ഇനി 7ന്റെ സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് എത്രാമത്തെ സംഖ്യയാണ്? 7 രണ്ടാമത്തെ. അപ്പൊ രണ്ടാമത്തെ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ഥാനം ആകുമ്പോ 100 7ന്റെ സ്ഥാനം എന്താണ്? 100 സ്ഥാനവില കാണാൻ ഈ സംഖ്യ സ്ഥാനം കൂടെ ഗുണിക്കുക. 7 × 100 7/100. ഏത് സംഖ്യ 100 കൊണ്ട് ഹരിച്ചാലും പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം ഉത്തരത്തിൽ. അപ്പൊ 7 കൂടെ ഒരു സ്ഥാനമേ ഉള്ളത് കൊണ്ട് ഒരു 0 കൂടെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് 0.07. 6ന്റെ സ്ഥാനം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സംഖ്യയാണ്. അതുകൊണ്ട് അതിന്റെ സ്ഥാനം 1001. സ്ഥാനവില കാണാൻ 6ഉം 1001 കൂടെ ഗുണിക്കുക. 6/1000. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളത് കൊണ്ട് 2 0 കൂടെ ഇട്ട് കൊടുത്തു. 0.006. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വേണം. ഇനി 123 എളുപ്പമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 3 ഒറ്റ 2 10 1 100. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്താണ് 3. അതുകൊണ്ട് 3 × 1 അതിന്റെ സ്ഥാനമില്ല 3. 2ന്റെ സ്ഥാനം 10. 3 ഒറ്റ 2 10 100. അപ്പൊ 2ന്റെ സ്ഥാനം 10. സ്ഥാനവില ചോദിച്ചാൽ 2 × 10 2 10. അതായത് 2 × 10 20.
ഒന്നിന്റെ സ്ഥാനം 100 123 ഒന്നിന്റെ സ്ഥാനം 100 സ്ഥാനം 100 സ്ഥാന വില ചോദിച്ചാൽ 1 100 കൂടെ ഗുണിക്കുക 100. ദശാംശ സംഖ്യയുടെ സ്ഥാനവിലയൊക്കെ കാണുന്നത് ഇങ്ങനെയാണ്. 123.876 8ന്റെ സ്ഥാനം, അതായത് പോയിന്റ് കഴിഞ്ഞ് എത്രാമത്തെ സ്ഥാനമാണെന്ന് നോക്കണം. ആദ്യത്തെ ആണ്. പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ ആണെങ്കിൽ 10 സ്ഥാനം, പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യ ആണെങ്കിൽ 100, പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സംഖ്യ ആണെങ്കിൽ 1000, പോയിന്റ് കഴിഞ്ഞ് നാലാമത് ഒരു സംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ 10,000. പിന്നെ സംഖ്യകൾ ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ മുകളിലുള്ളത് ഗുണിച്ച് മുകളിൽ എഴുതുക, താഴെയുള്ളത് ഗുണിച്ച് താഴെ എഴുതുക. 7 × 11/10 × 5, അതായത് 77/50. അതുപോലെ മുകളിലുള്ളത് ഗുണിച്ച് മുകളിൽ എഴുതുക. 2 × 1/3 × 5 2/15. അടുത്ത 3 സംഖ്യ ആയാലും അങ്ങനെ തന്നെ നിയമം. മുകളിലുള്ള എല്ലാം ഗുണിച്ച് മുകളിൽ എഴുതുക. 7 × 1 × 3/10 × 6 × 5 21/300. ഇത് നമുക്ക് ഷോർട്ടസ്റ്റ് ഫോമിൽ എഴുതാം. 3 7 21 3 100, അതായത് 7/100. ഫ്രാക്ഷൻ എപ്പോഴും ഷോർട്ടസ്റ്റ് ഫോമിൽ, സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും. 31,298 എന്നൊരു നമ്പർ കൺസിഡർ ചെയ്യാം. അപ്പൊ അതില് നമുക്ക് ഇതിന്റെ സ്ഥാനം എന്തുവാ, സ്ഥാനവില എന്തുവാണെന്ന് നോക്കാം. 31,298 നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് അതിന്റെ സ്ഥാനം 8 ഒറ്റ 9 10 2 100 1 1000 3 10,000. ഇതാണ് അതിന്റെ സ്ഥാനം, ഓരോ സംഖ്യയുടെ സ്ഥാനം. സ്ഥാനവില ചോദിച്ചാൽ ആ സംഖ്യയും സ്ഥാനവും കൂടെ ഗുണിച്ചാൽ സ്ഥാനവില കിട്ടും. ഉദാഹരണത്തിന് 31,298 8ന്റെ സ്ഥാനം ഒറ്റ, അതായത് 8 × 1, ആ സ്ഥാനം കൂടെ ഗുണിച്ചാൽ നമുക്ക് സ്ഥാനവില കിട്ടും 8. ഇനി 9ന്റെ സ്ഥാനം ഇവിടെ എത്ര? 9 10, സ്ഥാനം 10. അപ്പൊ ആ സംഖ്യ സ്ഥാനവും കൂടെ ഗുണിച്ചാൽ സ്ഥാനവില കിട്ടും. 9 × 10 90. 2ന്റെ സ്ഥാനം, ഈ സംഖ്യയിൽ 2ന്റെ സ്ഥാനം 2 100. അപ്പൊ സ്ഥാനം 100. അപ്പൊ 2ഉം 100ഉം കൂടെ ഗുണിച്ചാൽ സ്ഥാനവില കിട്ടും 200. 1ന്റെ സ്ഥാനം 1000 ഒറ്റ 10 100 1000. അപ്പൊ 1ന്റെ സ്ഥാനം 1000 സ്ഥാനവില കാണാൻ 1 × 1000 1000. ഇനി 3ന്റെ സ്ഥാനം ഒറ്റ 10 100 1000 10,000. 3ന്റെ സ്ഥാനം 10,000 അപ്പൊ സ്ഥാനവില കാണാൻ ആ 3ഉം 10,000ഉം കൂടെ ഗുണിക്കുക 30,000 വരും. ഇനി മുഖവില എന്ന് പറഞ്ഞാൽ മുഖവില എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വില തന്നെ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ 31,298 9ന്റെ മുഖവില എത്രാന്ന് ചോദിച്ചാൽ 9 തന്നെ, അതിന് വേറെ ഒരു മാറ്റമില്ല, ആ സംഖ്യ തന്നെ ആയിരിക്കും. അതൊരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും. 31,298 2ന്റെ മുഖവില എത്രാന്ന് ചോദിച്ചാൽ 2 തന്നെ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് തുടരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വേണ്ട എല്ലാ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. 2300 പരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.